അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഈ വീണയുടെ കമ്പനിയും CMRലും തമ്മിലുള്ള ഒരു ഇടപാട് എന്നത് മാത്രമായി ലഘൂകരിക്കുകയാണ് CPM ചെയ്തിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് CPMൻ്റെ അഡ്രസ്സിലുള്ള ഒരു കമ്പനിയാണ്. എക്സാലോജിക്കിൻ്റെ അഡ്രസ്സ് ഉള്ളത് AKG സെൻറ്ററിൻ്റെ അഡ്രസ്സാണ്. ഈ CPMന് കിട്ടാനുള്ള കൈക്കൂലി, പ്രത്യേകിച്ച് പിണറായി വിജയന് കിട്ടാനുള്ള ഈ കൈക്കൂലി IT സർവീസിൻ്റെ മറവിൽ അടിച്ചെടുക്കുകയായിരുന്നില്ലേ യഥാർത്ഥത്തിൽ വീണ തൈക്കണ്ടി ചെയ്തത്? അത് ഈ CPMൻ്റെ അണികൾ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് വീണയുടെ കമ്പനിക്ക് ലഭിച്ച സേവനത്തിന് ലഭിച്ച പണമാണ് എന്നാണ്. പക്ഷേ വളരെ കൃത്യമായി ഈ റിപ്പോർട്ടിൽ ഉടനീളം പറയുന്നുണ്ട്, ഇതുവരെ അന്വേഷിച്ച ഏജൻസികളെല്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരു സേവനവും വീണ നൽകിയിട്ടില്ല എന്ന്. അത് ഈ റിപ്പോർട്ടിലും ഏറ്റവും ഒടുവിൽ വന്ന ഈ റിപ്പോർട്ടിലും അടിവരയിട്ട് വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, ഒരു സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ, പ്രത്യേകിച്ച് IT സർവീസ് പ്രൊവൈഡറൊക്കെ ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഇമെയിൽ സന്ദേശമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യില്ലേ? പക്ഷേ ഇതിലാകെ കാണുന്നത് പണമിടപാടുമായി ബന്ധപ്പെട്ട ഇമെയിൽ സന്ദേശങ്ങൾ മാത്രമാണ് CMRലും എക്സാലോജിക്കും ഈ വീണ തൈക്കണ്ടിയും ചേർന്ന് ഉള്ളത്. അതിൽ നിന്ന് തന്നെ വളരെ കൃത്യമല്ലേ ഇത് തട്ടിപ്പ് കമ്പനിയായിരുന്നു എന്നും പണം വാങ്ങിച്ചെടുക്കാനുള്ള ഉപാധി മാത്രമായിരുന്നു ഈ കമ്പനി എന്നുമല്ലേ അർത്ഥമാക്കേണ്ടത്? ഇത് ന്യായീകരിക്കുന്ന സഖാക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ആരെങ്കിലും എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് SFIOയുടെ അന്വേഷണ റിപ്പോർട്ട്, കുറ്റപത്രം ഞാൻ അയച്ചു തരാം. നിങ്ങളതൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നല്ല, വീണ ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് ഒരു 25 കാര്യങ്ങൾ കൊണ്ട്, ഏറ്റവും കുറഞ്ഞ 25 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന രേഖകൾ ഇന്ന് ഏജൻസികളുടെ കയ്യിലുണ്ട്. അത് നിരവധി മൊഴികളുണ്ട്, ഇവരുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ ഇവർ കൊടുത്തിട്ടുള്ള സേവനങ്ങൾക്കുള്ള അവരുടെ എഗ്രിമെൻറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, ഇത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയുന്നില്ല, അതൊക്കെ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കട്ടെ. ഇനി വളരെ കൃത്യമായിട്ട് പറയാം, വീണ സേവനം നൽകിയിട്ടുണ്ട്. അങ്ങനെ 2 കമ്പനികൾ തമ്മിൽ സേവനം നൽകിയതിന് നിങ്ങൾക്ക് എന്താണെന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ദയവ് ചെയ്ത് സഖാക്കൾ ഇറങ്ങരുത്. പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞു, പിണറായി വിജയനും മകളും ജയിലിൽ പോകും. അതിനുശേഷം നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് മുമ്പോട്ട് പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, ഈ പൊതുസമൂഹത്തിൽ നിൽക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നല്ല സഖാക്കൾ, ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്, ഈ നാട്ടിൽ ഇഷ്ടംപോലെ നല്ല സഖാക്കളുണ്ട്, നല്ല പൊതുപ്രവർത്തകരായ സഖാക്കൾ, അവരെ ആരെയും ഭാരവാഹികളായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ പിണറായി വിജയൻ നൽകിയ വിഹിതങ്ങൾ, അതായത് തീറ്റിപ്പോറ്റാൻ പിണറായി വിജയൻ നൽകിയ ഭരണത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ തിന്നാത്ത ആരും ഇന്നലെ പിണറായിയിലെ വീട്ടിലോ തിരുവനന്തപുരത്തെ വീട്ടിലോ ഒന്നും വന്നിട്ടില്ല. നല്ല സഖാക്കളൊക്കെ വീട്ടിൽ തന്നെ ഇരുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരു 10, 500, 1000 പേരെ സംഘടിപ്പിക്കാൻ CPMന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ 1 മണിക്കൂർ കൊണ്ട് 1 ലക്ഷം പേരെ സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്നു CPMന്. അതിന് ചുറ്റും ഏറ്റവും കുറഞ്ഞ പാർട്ടി ഗ്രാമങ്ങൾ തന്നെ എത്ര പേരുണ്ട്. പക്ഷേ എത്ര പേര് അവിടെ വന്നു എന്നുള്ളത് ഒന്ന് നോക്കണം. മാത്രമല്ല, ജയരാജൻ സഖാവിൻ്റെ മക്കൾ ജീവിക്കുന്ന പോലെയാണോ പിണറായി വിജയൻ്റെ മക്കൾ ജീവിക്കുന്നത്? ജയരാജൻ സഖാവ് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന സ്വത്തും ഇന്നത്തെ സ്വത്തും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ പിണറായി വിജയൻ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയപ്പോഴുള്ള സ്വത്തും ഇന്നത്തെ സ്വത്തും തമ്മിലുള്ള വ്യത്യാസമൊക്കെ സഖാക്കളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഒന്നും വേണ്ട, ഇന്നലെ റെയ്ഡ് നടന്ന മറ്റേ ബേക്കർ ജംഗ്ഷനിലെ വീടിൻ്റെ വാടക ഞാൻ പറയുന്നുണ്ട്, അതൊന്ന് സഖാക്കൾ അന്വേഷിക്കുക. മൊത്തത്തിൽ 5 വർഷത്തിനുള്ള വാടക മൊത്തത്തിൽ കൊടുത്തെന്നാ കേട്ടോ. അതെനിക്ക് 3.5 ലക്ഷം രൂപയാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. ഞാൻ മനസ്സിലാക്കിയത് വെച്ചാണെങ്കിൽ 3.5 ലക്ഷം രൂപയാണ് ആ ബേക്കറി ജംഗ്ഷനിൽ പിണറായി വിജയൻ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആ വീട്ടിന് ഉള്ളത്. അതിൽ ഏറ്റവും തമാശ എന്ന് പറയുന്നത്, AKG സെന്ററിനോട് ചേർന്നുള്ള ചിന്ത ഫ്ലാറ്റ് അദ്ദേഹത്തിന് ഉപയോഗിക്കാം, കന്റോൺമെന്റ് ഹൗസ് ഉപയോഗിക്കാം, ഇതൊക്കെ ഉപയോഗപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അതിൻ്റെ പുറമെയാണ് ഈ ബേക്കറി ജംഗ്ഷനിൽ 3.5 ലക്ഷം രൂപ പ്രതിമാസ വാടകയുള്ള ഇങ്ങനെയൊരു വാടക വീട് എടുത്തിരിക്കുന്നത്. ഇതിനുള്ള പണം എവിടെ എന്ന് സഖാക്കളൊന്ന് അന്വേഷിച്ചാൽ നന്നാകും, അല്ലേ ഷോൺ? അതല്ല, തീർച്ചയായിട്ടും സഖാക്കൾ അന്വേഷിക്കണം. ഇന്ന് 7 പേര് CPMൻ്റെ പ്രവർത്തകരായ 7 പേര്, അതിനകത്ത് മുൻ കൗൺസിലർമാരുണ്ട്, പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. അതിനകത്തൊരു 3-4 പേരെങ്കിലും, ഞാനൊക്കെ തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി നിന്ന ആളാണ്, എനിക്ക് 3-4 പേരെങ്കിലും ഞാൻ കണ്ടിട്ട് പരിചയമുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇനി എന്ന് പുറത്ത് വരുമെന്ന് വല്ല പിടുത്തമുണ്ടോ? ഈ പിണറായി വിജയനും മകൾക്കും വല്ല കുഴപ്പമുണ്ടോ? അവർ സ്വസ്ഥമായിട്ട് 3.5 ലക്ഷം രൂപയുടെ വാടകയുള്ള
ആഡംബര വീട്ടിൽ കിടക്കുമ്പോൾ പിണറായി വിജയന് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ വന്ന ആ പാവപ്പെട്ട സഹാക്കന്മാരകത്ത് പോയി. ഇനി എന്ന് വരുമെന്ന് ആർക്കറിയാം? അപ്പോൾ ഈ അഴിമതിക്കാർക്ക് വേണ്ടി ഇനിയും നിങ്ങളുടെ വിടുപണി നിർത്തി അവനവൻ്റെ കാര്യം നോക്കി കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചാൽ അല്ലലില്ലാതെ കഴിയും സഹാക്കൾക്ക്. അതുകൊണ്ട് മാന്യമായി അധ്വാനിച്ച് ജീവിക്കാനുള്ള പരിപാടികൾ സഹാക്കൾ നോക്കണം. അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് പൊറോട്ട അടിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നവരുടെ അവസ്ഥയാവും നിങ്ങൾക്കെന്നേ എനിക്ക് പറയാനുള്ളൂ.